അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷം? അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ഹാഫ് എ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. സോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് അപ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത് നമുക്ക് എന്താക്കുക ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്യാൻ പോവുകയാണ്. ഹിമാലയൻ്റെ ഹൈഡ്രേറ്റിംഗ് അലോവേര ഫേസ് വാഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഫേസ് വാഷ് ഞാൻ ഇവിടെ കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ടീനേജേഴ്സ് ഉണ്ട് ഇങ്ങനെ അവർക്ക് അവരുടെ സ്കിന്നിന് പറ്റിയിട്ടുള്ള മൈൽഡായിട്ടുള്ള ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് യൂസ് ആക്കാൻ അറിയാത്തവർ, ഏതാണെന്ന് അറിയാത്തവർ. അപ്പോൾ ഞാൻ എന്തായാലും ഇത് സജസ്റ്റ് ചെയ്യും കേട്ടോ, ഈ ഒരു ഫേസ് വാഷും. പിന്നെ ഞാൻ ഇപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസർ ഉണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതായിരിക്കും ഒരു സിമ്പിളായിട്ടുള്ള സ്കിൻ കെയർ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നിങ്ങളത് യൂസ് ചെയ്താൽ നല്ല നിങ്ങൾക്ക് കാണേണ്ട അത്യാവശ്യത്തിനുള്ള ചേഞ്ചസ് ഉണ്ടാവും. പിന്നെ അത് നിങ്ങളെ സ്കിന്നിനെ നല്ല മോയ്സ്ചറൊക്കെ ആക്കിയിട്ട് വെക്കും, ഹെൽത്തി ആക്കിയിട്ട് വെക്കും കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാം, നിങ്ങൾ നോക്കേണ്ടി കേട്ടോ. പിന്നെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ലൈക്കൊക്കെ ചെയ്യണേ. പിന്നെ ഞങ്ങളെ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരോടൊന്ന് പറയണേ നിങ്ങൾ. പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ പേര് റിഫ്ന എന്നാണ് കേട്ടോ. പിന്നെന്താ പറയുക, എൻ്റെ പഴയ വീഡിയോസൊക്കെ നിങ്ങൾ നോക്കേണ്ടി, ഓരോന്ന് കുറേ ഉണ്ട് കാണാൻ നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ അഭിപ്രായമൊക്കെ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. അങ്ങനെ ഫേസൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഞാനിപ്പോൾ ഇവിടെ നൈറ്റാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത്. സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു എല്ലാ വീട്ടിലും എല്ലാവരുടെ അവസ്ഥ ഇതായിരിക്കും, നൈറ്റ് ഇട്ടാൽ ഭയങ്കര സുഖമായിട്ട് കിടന്നുറങ്ങാൻ. അപ്പോൾ അങ്ങനെ ഞാൻ അതിട്ടിട്ടാണ് ഉള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ ചേഞ്ച് ആക്കിയിട്ട് ആൻഡ് പിന്നെ മോയ്സ്ചറൈസറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും പോൺസിൻ്റെ ഹൈലൂറോണിക് ആസിഡ് അടങ്ങിയിട്ടുള്ളതാണ്. ഇതാണ് തോന്നുന്നത് എൻ്റെ ഫസ്റ്റ് ആയിട്ടുള്ള സ്കിൻ കെയർ കിറ്റ് എന്ന് പറയുന്നത്. ഈ രണ്ട് സാധനങ്ങളേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഈയിടെയായിട്ട് യൂസ് ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ ഫേസിലെ അധികം കുരുകളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ നിങ്ങൾക്കും കാണിച്ചു തരാം. പിന്നെ ഞാൻ മനസ്സിലായ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അങ്ങനെ ടാഗ് ചെയ്ത് തരാമെന്ന്. ഓക്കെ, പ്രത്യേകിച്ച് പിന്നെ വിൻ്റർ സീസണിൽ നമ്മൾ മോയ്സ്ചർ ചെയ്ത് വെക്കുന്നത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. കാരണം ഉമ്മച്ചി പറഞ്ഞു ഇന്ന് ഉമ്മച്ചി ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് ബത്തക്ക തിന്നു, പിന്നെ ബന്നി തിന്നു, പിന്നെ മുട്ട, അങ്ങനെ പ്രോട്ടീൻ അങ്ങനെയൊക്കെ പറഞ്ഞ് തിന്നു. ഇതാണ് കേട്ടോ ഞാൻ. അപ്പോൾ പിന്നെ എൻ്റെ അനിയത്തിയാളൊക്കെ ഇവിടെ ആകെ ഫോണും നോക്കി അങ്ങനെ ഇരിക്കുകയാണ്. ഇവരൊക്കെ എന്താ ചെയ്യാന്ന് പറയണേ. പിന്നെ ഇതൊക്കെ ഞാൻ എന്തിനെ കാണിക്കണേന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ കണ്ടോളൂ. ഇതൊക്കെ ഞാൻ വരച്ച് കൂട്ടിയിട്ടതാണ്. ഇത് വേറെ പ്ലാനായിരുന്നു വരയ്ക്കാൻ, മാറിപ്പോയതാണ്. ആൻഡ് ദിസ് ഈസ് മൈ ഫേസ് വാഷ്. ഞാൻ ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ആൻഡ് ഓൾസോ ഇതിൽ വിറ്റാമിൻ ഇ അടങ്ങിയിട്ടുണ്ട് ഗൈസ്. ആൻഡ് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ എൻ്റെ തലയിൽ നല്ല ഡാൻഡ്രഫ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഡാൻഡ്രഫ് ഉള്ളതുകൊണ്ട് തന്നെ അത് മാറാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിനെക്കുറിച്ചുള്ള റിസൾട്ട് ഞാൻ പറയാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇറ്റ്സിങ്ങിന് കുറവുണ്ട്. പക്ഷേ നമുക്ക് അങ്ങനെ പെട്ടെന്നൊന്നും ജഡ്ജ് ചെയ്യണ്ടല്ലോ. കുറച്ച് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്ന് ഞാൻ അഭിപ്രായം പറയാം. എന്നിട്ട് നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് അങ്ങനെ നോക്കാം. ആൻഡ് എന്തായാലും ഞാൻ ടാഗ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇനി നമുക്ക് സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നത് ബിർണാണിയാണ് ഗൈസ്, ബിർണാണി. അപ്പോൾ ബിർണാണിക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കണം. ഞാൻ ഇന്നലെ പോയി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ടുഡേ ഈസ് തേഴ്സ്ഡേ റൈറ്റ്. അപ്പോൾ ജനുവരി 1 2026. അപ്പോൾ നമ്മൾ ബിരിയാണിക്കുള്ള ചിക്കനും പിന്നെ കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങൾ. ഞാൻ ഇന്നലെ തൈര് വാങ്ങിച്ചിട്ടുണ്ടായില്ല. ഇന്നലെ തന്നെ വാങ്ങിച്ച് വെക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നി, മറന്നുകൊണ്ടല്ല. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ അത് വാങ്ങിക്കണം. ആൻഡ് ലെറ്റ്സ് ഗോ. ഞാൻ നിങ്ങളെയും കൂടി എടുക്കാം. ഈ ഒരു ബാഗും പിന്നെ ഒരു ഉള്ളിലിടുന്ന ഒരു സംഭവം, പിന്നെ ഡ്രസ്സും സ്കാർഫും, അതായിട്ട് ഞാൻ ഇടാൻ പോകുന്നത്. വെറുതെ കാണിക്കാമല്ലോ നമുക്ക്. അപ്പോൾ നമുക്ക് പോവാം. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ ജനുവരി 1 എടുത്തത് എന്നുണ്ടെങ്കിൽ ലേറ്റ് ആയിട്ടാണ് ഇടുക. പിന്നെ ഇവളെ ഞാൻ എന്തിനാ എൻ്റെ കൂടെ കൂട്ടണമെന്ന് എനിക്കറിയില്ല കേട്ടോ. ചുണ്ട് മാത്രം എൻ്റെ ചുവന്ന് കാണുന്നുണ്ട്, ബാക്കിയൊന്നും ഇല്ല. പാവം കുട്ടി എൻ്റെ കൂടെ വന്നിട്ടാണ് ഉള്ളത് കേട്ടോ. അപ്പം നമുക്ക് കൂട്ടാം, പാവല്ലേ. നമ്മളെ വലിയ താത്താരെല്ലാം ആഗ്രഹം നടത്തി കൊടുക്കേണ്ടത്. ലിപ്സ്റ്റിക് മാത്രം ഉണ്ട് ഗൈസ്.
ഈ ശുഷ്കാന്തി ഒരിക്കൽ നമ്മൾ കണ്ടൊരു ശുഷ്കാന്തിയാണ്, അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ഒരിക്കൽ പറയണ്ടല്ലോ. പിന്നെ ആ ചിക്കൻ കടയിലായിരുന്നു നമ്മളുണ്ടായിരുന്നത്. ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നു, ഇവള് പിന്നെ എന്തൊക്കെയോ ആക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു ഡിസ്കഷൻ എന്ന് പറയുന്നത് ഒരു ബ്ലഡി ഡിസ്കഷനാണ്, ഒരിക്കലും നടക്കാൻ പോകുന്നില്ല കേട്ടോ ഇത്. ഇതോ ഞാൻ അവളോട് ചോദിച്ചതാണ് എനിക്ക് എന്താ വേണ്ടിയത്, നോക്കി ഇത് മാത്രം മതിയല്ലോ. അപ്പോൾ പിന്നെ ഞാൻ അതൊന്നും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ല, സാധനം പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഓളെ കൂടെ കൂട്ടിയത്. പക്ഷെ ഇവളെ കൂടെ കൂട്ടുമ്പോൾ ഇവളാണെങ്കിലും ഒന്നും പിടിക്കൊന്നും ഇല്ല, അങ്ങനത്തെ സാധനം ഇങ്ങനെ നടക്കും. അപ്പോൾ ചിക്കൻ ഓളെ കൈമ കൊടുത്തേക്കണേ. പിന്നെ ചിക്കൻ കൊടുത്ത് ഉമ്മച്ചി ചിക്കൻ ബിരിയാണിക്ക് ഉണ്ടാക്കി. എൻ്റെ റബ്ബേ, ഇത് കൈമ റൈസ് കൊണ്ട് ഉണ്ടാക്കിയ ബിരിയാണിയാണ് കേട്ടോ. പൊക്കി പറയാമെന്ന് പറയണ്ട, ഇത് അടിപൊളിയാണ് കൈമ റൈസ് കൊണ്ട് ഉണ്ടാക്കിയത്. പിന്നെ ഇവളിപ്പോഴാണ് ബണ്ണൊക്കെ തിന്നുന്നത്. എൻ്റെ അമ്മച്ചി ചിക്കൻ പിന്നെ മസാലയൊക്കെ നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. പിന്നെ ചങ്ങായിമാരെ ഇവിടുന്ന് അങ്ങോട്ട് വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി, എന്താണെന്ന് അറിയില്ല. എന്തായാലും ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇനി പിന്നെ ബിരിയാണിക്ക് തിന്ന് കുറേ കഴിഞ്ഞാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരും. നിങ്ങൾ ലൈക്ക് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താണ്, എന്തായാലും നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, എങ്ങനെയുണ്ട് നിങ്ങളുടെ 2026. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതുപോലത്തെ ഒരുപാട് വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരും. അതുവരയ്ക്കും ബൈ ബൈ.